നമ്മൾ ഈ കാണുന്നത് നിഫ്റ്റിയുടെ അവസാനത്തെ ഒരു 25-30 ഇയേഴ്സിലെ ഡേറ്റയാണ് നമ്മൾ ഈ കാണുന്നത്. ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഓർക്കുക, ഇത് 4ാമത്തെ പാർട്ടാണ്. മുൻപത്തെ 3 പാർട്ട് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. കാരണം മുൻപ് നമ്മൾ മാർക്കറ്റിനെ എങ്ങനെയാണ്, മാർക്കറ്റ് അപ്സൈഡ് പോകുന്ന സമയത്ത് ഈ ഫോളുകളുണ്ടല്ലോ, മാർക്കറ്റിൽ നടക്കുന്ന ഈ ഫോളുകൾ വരുന്നതിന് മുൻപ് തന്നെ മാർക്കറ്റ് നമുക്ക് തരുന്ന വാർണിങ്സ് ഉണ്ടല്ലോ, ആ വാർണിങ്ങിനെ കുറിച്ച് മുൻപത്തെ 3 വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ആ വാർണിംഗ് ലഭിക്കുന്നത്, മാർക്കറ്റ് ഫോളോ ആവുന്നതിന് മുൻപ് എന്തൊക്കെ വാർണിംഗ് കിട്ടും, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ സൈനാണ് മാർക്കറ്റ് തരുന്നത്, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് അതിൻ്റെ കൂടെ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് മാർക്കറ്റിന് കൂടുതൽ ക്ലാരിറ്റി, അതിൽ പറഞ്ഞതിനേക്കാൾ ബെറ്ററായിട്ട് മാർക്കറ്റിനെ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അതായത് അതിൽ പറഞ്ഞ കാര്യം, നമ്മൾ അതിൽ പഠിച്ച കാര്യവും ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യവും കൂടെ ഒരുമിച്ച് ഉപയോഗിച്ച് മാർക്കറ്റിനെ റീഡ് ചെയ്യുമ്പോൾ വളരെ മികച്ച രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ ഒരു ഐഡിയ കിട്ടും. മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ ഈ ഒരു ഫോളോ വന്ന് നഷ്ടം വരുമല്ലോ വലിയ ഫോളുകളിൽ, ഇതിൽ എല്ലാ ഫോളുകളും ഐഡൻറ്റിഫൈ പറ്റിയില്ലെങ്കിലും ഒരുപാട് നഷ്ടം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് അറിവില്ലാത്തത് മൂലം മാർക്കറ്റിൽ നമുക്ക് പറ്റിയിട്ടുള്ള പല നഷ്ടങ്ങളും, ഇനി വരാൻ പോകുന്ന നഷ്ടങ്ങളും, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മാർക്കറ്റിലുള്ള നല്ല റാലികളും ഒക്കെ ക്യാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു അറിവിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് എന്താണെന്നുള്ളത് നോക്കാം. നമ്മളിന്ന് പറയാൻ പോണത്, ഒരു കാര്യം ഓർക്കുക, നേരത്തെ പഠിച്ച ആ കാര്യമായിട്ട് ക്ലബ് ചെയ്ത് ഉപയോഗിക്കുക. ഇത് ഒറ്റയ്ക്കല്ല, ആ നേരത്തെ പറഞ്ഞ ആദ്യത്തെ 3 വീഡിയോയിൽ പറഞ്ഞ കാര്യമായിട്ട് ക്ലബ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഗോൾഡിനെ കുറിച്ച് അറിയാമല്ലോ. ഗോൾഡ് അറിയാം. ഗോൾഡ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് നമ്മുടെ മാർക്കറ്റിനെ ഹെഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അതായത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മാർക്കറ്റ് താഴേക്ക് ഫോളോ ആവുന്ന സമയത്ത് ഗോൾഡ് എപ്പോഴും അതിന് വിപരീതമായിട്ടുള്ളൊരു മൂവ് തരാറുണ്ട്. അതായത് മാർക്കറ്റ് നഷ്ടത്തിലേക്ക് പോകുമ്പോൾ ഗോൾഡിൽ നമുക്കൊരു അപ്പ് മൂവ്മെൻറ്റ് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ നഷ്ടം വരുമ്പോൾ അതിനെ ഹെഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഹെഡ്ജിങ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഗോൾഡിനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഗോൾഡിനെ ഉപയോഗിച്ച്, ആ ഒരു ഹെഡ്ജിങ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ഗോൾഡ്, സ്വർണം, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഗോൾഡിനെ ഉപയോഗിച്ച്, അതിൻ്റെ വാല്യൂവിനെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ മാർക്കറ്റിനെ കൂടുതൽ നന്നായിട്ട്, അതായത് ഗോൾഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ മാർക്കറ്റിലെ മൂവ്മെൻറ്റ്സിനെ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാം എന്നതാണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക, നമുക്ക് ഉപകാരപ്പെടും. നമുക്ക് ഒരുപാട് വർഷങ്ങൾ നമ്മൾ മുന്നോട്ട് മാർക്കറ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന്, ഞാൻ പിന്നെ പറയുന്നത് ട്രേഡിനല്ല, ഇത് നമ്മൾ ഒരു നല്ല നിക്ഷേപകനാണെന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം വർഷങ്ങൾ മാർക്കറ്റിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളിനെ സംബന്ധിച്ച് ഭാവിയിൽ ഈ പറയുന്ന അറിവ് ഉപകാരപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി എങ്ങനെയാണ് ഗോൾഡിൻ്റെ ഡേറ്റ വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ, ഗോൾഡും നമ്മുടെ സ്വർണവും നമ്മുടെ മാർക്കറ്റും, സ്റ്റോക്ക് മാർക്കറ്റും, നമ്മുടെ ഇൻഡെക്സാണ്, ഞാൻ ഈ കാണുന്ന നിഫ്റ്റിയാണ്, നിഫ്റ്റിയുടെ ചാർട്ടാണ്, നിഫ്റ്റി 50യുടെ ചാർട്ടാണ്, മന്ത്ലി ടൈം ഫ്രെയിമിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇതും നമ്മുടെ ഗോൾഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അത് വെച്ച് എങ്ങനെയാണ് മാർക്കറ്റിനെ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കുന്നത് എന്നാണ് നോക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ കാര്യങ്ങളോ ഒന്നുമല്ല, എനിക്കറിയാവുന്ന അറിവ് മറ്റ് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിനായിട്ട്, ഈ ഒരു പർപ്പസിനായിട്ട് ആദ്യം തന്നെ നേരെ ട്രേഡിംഗ് വ്യൂവിലോട്ട് പോകണം. ഒരു സെക്കൻഡ്. ഓക്കെ, നേരെ നമ്മൾ ട്രേഡിംഗ് വ്യൂവിലോട്ട് പോകണം. ട്രേഡിംഗ് വ്യൂവിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ട്രേഡിംഗ് വ്യൂ ആണ്. അപ്പോൾ ഇവിടെ വേറൊരു ചാർട്ടാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിവിടെ വന്നിട്ട് ട്രേഡിംഗ് വ്യൂവിൽ വന്നിട്ട്, ട്രേഡിംഗ് വ്യൂ എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ ചാർട്ടൊക്കെ നോക്കുന്ന ഒരു വെബ്സൈറ്റാണ്. ട്രേഡിംഗ് വ്യൂവിൽ വന്നിട്ട് അതിനകത്ത് നമ്മുടെ സെർച്ച് ബാറിൽ പോയതിന് ശേഷം അവിടെ നിഫ്റ്റി എന്ന് സെർച്ച് ചെയ്യുക, Nifty/Gold എന്ന് സെർച്ച് ചെയ്യുക. Nifty/Gold എന്ന് കൊടുത്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഒന്നും വരില്ല കേട്ടോ, ഇവിടെ താഴെ ഓപ്ഷൻ ഒന്നും വരില്ല. Nifty/Gold എന്ന് കൊടുക്കുക, ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്യുക. എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊരു ചാർട്ട് നമുക്ക് കിട്ടും. നിഫ്റ്റി എങ്ങനെ സെർച്ച് ചെയ്തെന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ നിഫ്റ്റി ഒരു സ്ലാഷ് കൊടുക്കുക, ഗോൾഡ് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക, നേരെ വന്നിട്ട് മന്ത്ലി ടൈം ഫ്രെയിം കൊടുക്കുക. ഓക്കെ, ചാർട്ടിൽ മന്ത്ലി ടൈം ഫ്രെയിം കൊടുക്കുക. ഇത്രയും ചെയ്യുക. ഈ സമയത്ത്
നമുക്കിവിടെ ഒരു ചാർട്ട് ലഭിക്കും. ഈ പറയുന്ന ലൈൻസോ ഡ്രോയിങ്സോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. ലൈൻസും ഡ്രോയിങ്സും ഒന്നും തന്നെ ചാർട്ടിലുണ്ടാവില്ല. ഇത് ഞാൻ എൻ്റെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് നമുക്ക് ഇതേപോലെ ലഭിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടുന്ന ചാർട്ട് ഇതൊരു ഈ കാണുന്നത് നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് ഒന്നുമല്ല, ഇതൊരു റേഷ്യോ ആണ്. നമ്മുടെ ഗോൾഡും നമ്മുടെ മാർക്കറ്റും തമ്മിലുള്ള റേഷ്യോ. അതായത് ഗോൾഡ് എന്ന് പറയുന്ന ഒരു ഹെഡ്ജിങ് ഇൻസ്ട്രുമെൻറ്റ്, മാർക്കറ്റിനെതിരെ ഹെഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്, സ്വർണവും നമ്മുടെ മാർക്കറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ ഈ കാണുന്ന ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരുപാട് നമുക്ക് ഡേറ്റ എന്നോട്ട് അവൈലബിൾ ആണെന്ന് നോക്കിയേ. 1993 തൊട്ടുള്ള ആ ഒരു ഡേറ്റ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. 2026 വരെയുള്ളത്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വരെയുള്ള ഡേറ്റ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് ഈ റേഷ്യോ എന്നും ഇത് എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് മാർക്കറ്റിനെ ബെറ്ററായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നതാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഇത് വർക്കാവുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു റേഷ്യോ ഉപയോഗിച്ച് നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുന്നതെന്ന് നോക്കാം. മുൻപത്തെ വീഡിയോസ് കണ്ടാൽ ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ ടൈമിനുള്ളിലാണ് പറയാൻ ശ്രമിക്കുന്നത്. ഒരുപാട് ടൈമില്ല. ഒരു ഗ്രൂപ്പിലെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് പരിമിതമായിട്ടുള്ള ടൈമേ ഉള്ളൂ. എന്നാൽ അതിനുള്ളിൽ പറ്റുന്ന രീതിയിൽ എന്നാൽ കഴിയുന്ന വിധമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ റേഷ്യോ എപ്പോഴെല്ലാം നമ്മുടെ ഈ ഒരു ഹൈയിലെത്തും, ഹൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു റെഡ് ലൈൻ കണ്ടോ, ഈ റെഡ് ലൈൻ ക്രോസ് ചെയ്യുന്നുവോ അപ്പോഴെല്ലാം മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ, ഗോൾഡും മാർക്കറ്റ് റേഷ്യോ നോക്കുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ ഹൈ ആണ് എന്നൊരു സൂചനയാണ് മാർക്കറ്റ് നമുക്ക് തരുന്നത്. അതായത് ഈ റേഷ്യോ ഇവിടെ എത്തുമ്പോൾ, ഈ ഒരു റെഡ് സോൺ കഴിയുമ്പോൾ, ഈ ഒരു റെഡ് ലൈൻ കണ്ടോ, റെഡ് ലൈൻ കഴിയുമ്പോൾ റെഡ് സോൺ എത്തിക്കഴിഞ്ഞാൽ എക്സ്ട്രീംലി ഹൈ ആണെന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ അപ്സൈഡ് പോകില്ല, അങ്ങനെയല്ല പഠിക്കേണ്ടത്. ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ, ഈ റെഡ് ഏരിയയിൽ മുകളിലോട്ട് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാർക്കറ്റിൽ ചെയ്യുന്ന എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനും ഉള്ള റിസ്ക് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഹൈ ആണ്. അതായത് നോർമലി നമ്മൾ എടുക്കുന്ന ഈ ഒരു റേഞ്ചിൽ നമ്മളൊരു ട്രേഡ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈ റിസ്ക് ആണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത്. ഹൈ റിസ്ക് എടുക്കാം, അത് താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പാടില്ലെന്ന്. പക്ഷേ എടുക്കാൻ താല്പര്യമില്ലാത്തവർ കാണും, അവർക്ക് ഇത് ഹൈ റിസ്ക് സിറ്റുവേഷൻ ആണെന്ന് അറിയാതെ അവരെടുക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, അത്രയും ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനോ എടുക്കാനോ താല്പര്യമില്ലാത്തവർക്ക് ആ ഒരു ഹൈ റിസ്ക് ഒഴിവാക്കാൻ, വളരെ എക്സ്ട്രീം ആയിട്ടുള്ള റിസ്ക് ഒഴിവാക്കാൻ ഈ ഒരു റേഷ്യോ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം മാർക്കറ്റ് പിന്നെയും പോകില്ല എന്നല്ല, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് റിസ്ക് കൂടുതലായിരിക്കും എന്നത് എപ്പോഴും മനസ്സിലാക്കുക. ഇതിൻ്റെ കൂടുതൽ ഫണ്ടമെൻ്റലിലോട്ട് ഞാൻ പോണില്ല, അതിനുള്ള ടൈമില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സിംപിളി മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ഒരു റെഡ് ലൈൻ എന്ന് പറയുന്ന, ഈ ഒരു റെഡ് ലൈൻ കണ്ടോ, ഈ പോയിരിക്കുന്ന റെഡ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഈ റേഷ്യോയുടെ വാർണിംഗ് ലൈനാണ്. ഈ ഒരു റെഡ് ലൈൻ എന്ന് പറയുന്നത്, ഈ ഒരു റെഡ് സോൺ എന്താണ്? റെഡ് സോൺ എന്ന് പറയുന്നത് റേഷ്യോ എക്സ്ട്രീംലി ഹൈ ആണ്. അതായത് റെഡ് സോണിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് വെരി ഹൈ റിസ്ക് ആണ്, നേരത്തെ എക്സ്ട്രീംലി ഹൈ റിസ്ക് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അതേപോലെ നമുക്ക് താഴെ ഒരു ഗ്രീൻ ലൈൻ കാണാമല്ലോ. ഈ ഒരു ഗ്രീൻ ലൈൻ കണ്ട, ഈ ഗ്രീൻ ലൈൻ കാണാം. ഈ ഗ്രീൻ ലൈൻ നേരത്തെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. ഗ്രീൻ ലൈൻ സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് ഏകദേശം എന്തായിട്ടുണ്ട്, ഒരു വാല്യുവേഷൻ ലോ ആയിട്ടുണ്ട്, അണ്ടർ വാല്യൂഡ് ആയിട്ടുണ്ട് മാർക്കറ്റിൽ. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നോക്കാൻ പറ്റിയ ടൈം എന്ന് പറയുന്നത് ഈ ഒരു റെഡ് ലൈൻ ഗ്രീൻ ലൈൻ ക്രോസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. ഗ്രീൻ ലൈൻ മാർക്കറ്റ് ക്രോസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഗ്രീൻ ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിൽ കുറച്ച് വാല്യുവേഷൻ അണ്ടർ വാല്യൂഡ് ആയിട്ടുണ്ട്, നമുക്ക് നല്ല പിക്കുകളൊക്കെ എടുക്കാൻ പറ്റിയ ടൈമാണ്. ഈ ഒരു ഗ്രീനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഗ്രീനിലേക്ക് എപ്പോഴും വരില്ല, ഈ റേഷ്യോ ഗ്രീനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് നേരത്തെ പറഞ്ഞതുപോലെ നല്ല രീതിക്ക് മാർക്കറ്റ് ബോട്ടം ഔട്ട് ആവുന്നതിൻ്റെ ഒരു സൂചനയൊക്കെയാണ് കാണിക്കുന്നത്. ഗ്രീനിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെയധികം നല്ല പിക്കുകൾ നമുക്ക് നോക്കിയിട്ട് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണ്. മാർക്കറ്റിൽ എപ്പോഴും റിസ്ക് ഉണ്ടാവും ഏത് സിറ്റുവേഷനിലും. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ റിസ്ക് റിവാർഡ് വളരെ ഹൈ ആയിരിക്കും. നമ്മൾ എടുക്കുന്ന റിസ്കിന് ഒത്ത റിവാർഡ് അല്ലെങ്കിൽ അതിനും ഒരുപാട് മുകളിലുള്ള റിവാർഡ് കിട്ടാൻ സാധ്യതയുള്ളത് ഈ ഏരിയാസിലാണ്. ഈ ഏരിയാസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ്. ഇവിടെ എക്സ്ട്രീംലി ഹൈ ആണ്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രീംലി ഹൈ റിസ്ക് ആണ്. അപ്പോൾ ഈ ഒരു റിസ്ക് മനസ്സിലാക്കാൻ, ഹൈ റിസ്ക് എപ്പോഴാണ് മാർക്കറ്റിലുള്ളത്, എക്സ്ട്രീംലി ലോ റിസ്ക് എപ്പോഴാണ് മാർക്കറ്റിൽ, നല്ല റിസ്ക് റിവാർഡിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ, കുറച്ചുകൂടെ മാർക്കറ്റിനെ കുറിച്ചൊരു വ്യക്തത കിട്ടാൻ ഈ ഒരു ടൂള് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതിന് ഞാൻ ഈ ഒരു ജസ്റ്റ് നമ്മൾ ഇത് ഇങ്ങനെ പറയാതെ
നമുക്കിത് അവസാനത്തെ 1, 2, 3, 4 വർഷത്തെ അല്ല, 20, 25, 30 വർഷത്തെ ഡേറ്റ പുറകോട്ട് പോയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു 1, 2 വർഷത്തെക്കുറിച്ചല്ല സംസാരിക്കാൻ പോകുന്നത്, ലാസ്റ്റ് ഒരു 3 ഡെക്കേഡിനെ കുറിച്ചാണ്. ഓക്കെ, 2.5 ഡെക്കേഡ്, ലാസ്റ്റ് ഒരു 25 ഇയേഴ്സിൻ്റെ ഡേറ്റയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കി വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടും നമ്മുടെ ഈ ഒരു ചാർട്ടും നിഫ്റ്റിയുടെ ചാർട്ടും എടുത്ത് ഒരുമിച്ച് വെച്ചിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, അതിനായിട്ട് നമുക്ക് ഒരു ലാസ്റ്റ് 25 ഇയേഴ്സ് അല്ലേ, അപ്പോൾ നമുക്കിതേ ഇവിടെ 2000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. 2000 തൊട്ട് ഈ റേഷ്യോ ഇവിടെ കാണാം. മാർച്ച് 00 എന്ന് വെച്ചാൽ 2000 ഉദ്ദേശിക്കുന്നത്. 2000 ഡേറ്റ് ചാർട്ടാണ് കാണുന്നത്. ഓർക്കുക, മന്ത്ലി ചാർട്ട് കൊടുക്കുക, മറ്റ് ചാർട്ടുകൾ കൊടുക്കാതിരിക്കുക, മന്ത്ലി ചാർട്ട് കൊടുക്കുക, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡേറ്റ് നോക്കി, മാർക്കറ്റ് ഇവിടെ നിൽക്കുമ്പോൾ 2000 ജാനുവരി 2000 റെഡ് സോൺ എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്കറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്. റെഡ് സോൺ മാർക്കറ്റ് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ റെഡ് ലൈൻ കണ്ടോ, മാർക്കറ്റ് എത്തിയിട്ടുണ്ട് കൃത്യം. ഇതാണ്ട് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ വരുന്നു. റെഡ് ലൈനിൽ മാർക്കറ്റ് ക്രോസ് ചെയ്ത് അതിൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. എപ്പോഴാണ് അതിൻ്റെ മുകളിൽ പോയത്? എപ്പോഴാണ്? 2000 മാർച്ചിലാണ്. ഓക്കെ, ഇതേ സമയത്ത് നമ്മുടെ മാർക്കറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നിഫ്റ്റി 2000 നമ്മൾ നിഫ്റ്റി എവിടെ നിൽക്കുന്നതെന്ന് നോക്കി. ഡേറ്റ് താഴെ കാണാം, കണ്ടോ, ഇവിടെ കാണാം. മാർച്ച് 2000 നിഫ്റ്റി നിൽക്കുന്നത് കണ്ടോ എവിടെയാണെന്നുള്ളത്? മാർച്ച് 2000 ഈ ഒരു പീക്കിലാണ്, കണ്ടോ, ഈ ഒരു പീക്കിലാണ്. അതേസമയം ഇവിടെ എന്താ സംഭവിച്ചേ? അതേസമയം ഇവിടെ മാർക്കറ്റ് നിൽക്കുന്ന എവിടെയാണെന്ന് നോക്കി, ഈ ഒരു പീക്കിൽ കണ്ടോ, ഈ ഒരു റെഡ് സോൺ ബ്രേക്ക് ചെയ്ത്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യട്ടെ. കണ്ടോ, ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കാണാമെന്ന് വരുന്നു. കണ്ടോ, ഈ ഒരു റെഡ് ഏരിയ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. ഞാൻ എളുപ്പം അറിയാനാണ് ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. അപ്പോൾ മാർച്ചിൽ അതേസമയം ഇവിടെ നമുക്കറിയാം, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ്, മാർക്കറ്റിൽ ഹൈ റിസ്ക് ആയിട്ടുണ്ട്. മാർക്കറ്റ് ഇപ്പോൾ ഒരു ഹൈ വാല്യുവേഷനിലാണ്, റിസ്ക് കൂടുതലാണ്. ഇനിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോവാം, ഇല്ലെന്നല്ല, പക്ഷേ ഇനി ഹൈ റിസ്ക് ആണ് നമ്മൾ എടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എക്സാക്ട്ലി മാർക്കറ്റിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കി. ആ ഒരു ടൈമിന് ശേഷം ഇവിടെ ഡേറ്റ് കാണാം, 2000 മാർച്ച്, ഏപ്രിൽ, കണ്ടോ, ഫെബ്രുവരി, മാർച്ച്, കണ്ടോ, 2000 മാർച്ച് എവിടെയാണെന്ന് നോക്കി. കണ്ടോ, ഈ ഒരു സ്ഥലത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്, ഈ ഒരു ഹൈയിലാണ്. അതിനുശേഷം എത്ര മാസത്തോളം മാർക്കറ്റ് ഡൗൺ ആയിരുന്നെന്ന് നോക്കി. മാർക്കറ്റ് ആ ഒരു വർഷം, ഇത് ഓരോന്നും ഓരോ മാസമാണ്, ഇത് മന്ത്ലി ആണ്, കണ്ടോ, ഇത് ഒരു ഏകദേശം എത്ര മാസത്തോളം മാർക്കറ്റ് ഡൗൺ ആയിരുന്നുണ്ടോ കണ്ടിന്യൂസ് ആയിട്ട്. ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരാൾ വെച്ചിരുന്നുവെങ്കിൽ, ഇവിടെയൊക്കെ ഹൈ എമൗണ്ടിന് വളരെ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു സേവിങ്സും എല്ലാം ഇവിടെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തുമാത്രം നഷ്ടം ഫേസ് ചെയ്തേനെ എന്നൊന്ന് ഓർത്ത് നോക്കി. വളരെ അധികത്തിലുള്ള, പിന്നെ മാർക്കറ്റ് വളരെ അധികമായിട്ടുള്ള നഷ്ടം അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വന്നേനെ ഈ ഒരു സിറ്റുവേഷനിൽ, കണ്ടോ. അപ്പോൾ ഇത് ഓരോ മാസവും ഏകദേശം 10, 12, 1-2 വർഷത്തോളം മാർക്കറ്റ് ഡൗൺ സൈഡ് മൂവാണ് നടത്തിയിരുന്നത്. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഇത്രയും വലിയ നഷ്ടമൊന്നും താങ്ങാൻ കഴിയില്ല. നമ്മളെ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള മണിയാണ്, അത് ഇവിടെ ട്രാപ്പായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി അതേപോലെ നമുക്കിപ്പോൾ ഒരു ഹൈയിലെത്തിയ സിറ്റുവേഷൻസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹൈയിലെത്തിയ സിറ്റുവേഷൻസ്, പിന്നെ അതിനുശേഷം മാർക്കറ്റ് ഈ റെഡ് ലൈൻ ഇവിടെ കാണാം. ഇതിന് ശേഷം പിന്നെ മാർക്കറ്റ് റെഡ് ലൈൻ ഇവിടെ ഒന്നും എത്തിയിട്ടില്ല. മാർക്കറ്റ് പിന്നെ റെഡ് ലൈൻ ക്രോസ് ചെയ്യുന്നത്, സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് മാർക്ക് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി. ഇത് മുൻപത്തെ ഹൈ കണ്ടോ, ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പോകുന്നത് എപ്പോഴെന്ന് നോക്കിയാലും മതി. ഇവിടെ ഈ ഹൈ ഇതല്ലേ, ഈ ഹൈ ഉണ്ടോ, ലാസ്റ്റത്തെ ഹൈ, അത് ബ്രേക്ക് ചെയ്തിട്ടില്ലേ, കണ്ടോ, അത് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ തൊട്ട് നമുക്കൊരു വാണിംഗ് കിട്ടുകയാണ്. ഓക്കെ, ഈ റെഡ് ലൈൻ ക്രോസ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് വാണിംഗ് ആവുന്നത്. അപ്പോൾ റെഡ് ലൈൻ ക്രോസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് നോക്കി, ഡേറ്റ് ഒന്ന് നോക്കി. ആ റെഡ് ലൈൻ ക്രോസ് ചെയ്യുന്നത് മുൻപത്തെ ഹൈയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, റെഡ് ലൈനും ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ക്രോസ് ചെയ്തത്. ആ ടൈം ഒന്ന് നോക്കി. ഒക്ടോബർ 2007 മാർക്കറ്റ് ആ ഒരു ലെവൽ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 2007. നമുക്ക് നേരെ നിഫ്റ്റിയിൽ പോവാം. നിഫ്റ്റി എടുത്തു കഴിഞ്ഞാൽ ഒക്ടോബർ 2007 അല്ലേ, 2005 നമുക്ക് 2007 ഈ ഒരു ടൈം ഞാൻ താഴെ ഡേറ്റ് കാണിച്ചു തരാം. ഒക്ടോബർ 2007 അല്ലേ. ഓക്കെ, ഇവിടെ കണ്ടേ,
ഒക്ടോബർ 2007. ഇത് കണ്ടേ മാർക്കറ്റ് ഇതാ ഈ ഗ്രീൻ ക്യാൻഡിലാണ് നിൽക്കുന്നത്. മാർക്കറ്റ് എക്സ്ട്രീംലി ബുള്ളിഷാണ് ആ സമയത്ത്. മാർക്കറ്റ് ഈ ഗ്രീൻ ക്യാൻഡിലാണ്. റേഷ്യോ നോക്കുക, റേഷ്യോ എവിടെ നിൽക്കുന്നു? റേഷ്യോ കൃത്യം ഈ ഒരു സമയത്ത് അവിടെ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് അവിടെയും ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇതൊരു മന്ത്ലി ക്യാൻഡിലാണ്. അവസാനത്തെ ഒരു 2 മാസം മാർക്കറ്റ് ഹ്യൂജ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നടത്തി. ഇത് കാണുമ്പോൾ എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കി. മാർക്കറ്റ് ഇത്രയും വലിയൊരു ബുൾ റാലിയിൽ വളരെ പെട്ടെന്ന് റിട്ടേൺസ് തരുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിലേക്ക് പുതിയ പുതിയ ഇൻവെസ്റ്റേഴ്സ് വരികയും അവിടെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്യും. ഇങ്ങനെയാണ് മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൽ വലിയ ബുൾ റാലികൾ വരുമ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റ് നടക്കുന്നത്. വലിയ മൂവ്മെൻറ്റിനുള്ളിൽ ഒരുപാട് ആൾക്കാർ അവരുടെ അധ്വാനിച്ചുണ്ടാക്കിയ പണം മാർക്കറ്റിലേക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ഈ ഒരു ഹൈയിലേക്കായിരിക്കും അവർക്ക് ഈ ഡേറ്റ നോക്കാൻ അറിയില്ലായിരിക്കും. അവരിവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അവർക്ക് വലിയ രീതിയിലുള്ള ലോസ് വരികയും ചെയ്യും. ഇവിടെ കൃത്യമായിട്ട് ഡേറ്റ് കാണാം, 1 ഒക്ടോബർ 2007. അതേസമയം റേഷ്യോ നോക്കുക. റേഷ്യോ ആ റെഡ് ലൈൻ ക്രോസ് ചെയ്ത കറക്റ്റ് ക്യാൻഡിലാണ് അത് 1 ഒക്ടോബർ 2007. കണ്ടോ? അവിടെ നിന്ന് പിന്നെ നമ്മുടെ ഈ ഒരു 2008 വന്ന ഒരു റിസഷൻ, ഇതൊരു വലിയ ഫോളായിരുന്നു. ഒരു 50% മുകളിൽ 60% അടുത്ത് വന്നൊരു ഹ്യൂജ് ഫോളാണ് അവിടെ പിന്നെ നടന്നത്. കണ്ടോ? ഒരു വർഷത്തോളം മാർക്കറ്റ് ഒരു വളരെ ഭീകരമായിട്ടുള്ള വളരെ പെട്ടെന്ന് ആ ഒരു ഫോള് സംഭവിച്ചത്. അപ്പോൾ ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് ഇന്ന് നമ്മൾ ഈ കാണുന്ന കറക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ചെറുതാണ്. 10-15% എന്നൊക്കെ പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ചെറുതാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് 50% എബോവ് ഉള്ള 50% മേലുള്ള ഫോളുകളാണ്. ക്രാഷ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് 15-20 ഒന്നും ക്രാഷ് അല്ല കേട്ടോ, അതൊക്കെ കറക്ഷൻസ് മാത്രമാണ്. ഇതൊക്കെയാണ് ഒരു ക്ലിയർ ക്രാഷ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഇത്തരം മൂവുകളാണ് ക്രാഷ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്രാഷ് ചെയ്ത് പോവാം. അപ്പോൾ ഈ ഒരു ക്രാഷ് വരുന്നതിന് മുൻപ് നമുക്ക് റേഷ്യോയിൽ കിട്ടും. ഇത് റേഷ്യോയിലും കിട്ടും. നമ്മൾ മുൻപ് പറഞ്ഞ ROC ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടല്ലോ, അതിലും ഇത് കിട്ടും. അവിടെയും നമുക്കിത് കാണിച്ചു തരുന്നുണ്ട്, ഗോൾഡിലും കാണിച്ചു തരുന്നുണ്ട്, എല്ലാത്തിലും കാണിച്ചു തരുന്നുണ്ട്. ഇതെല്ലാം നോക്കാൻ അറിയാവുന്ന ഒരാൾക്ക് ഒന്ന് നോക്കി, അദ്ദേഹത്തിന് റിസ്ക് എടുക്കാൻ അദ്ദേഹത്തിന് അറിയാം ഈ ഒരു സിറ്റുവേഷൻ എന്ത് റിസ്ക് ആണെന്നുള്ളത് അറിയാം. ഇത് മുൻപുള്ള മാർക്കറ്റ് പോട്ടെ, ഇനിയുള്ള വരുന്ന മാർക്കറ്റുകളിൽ നമുക്കിത് ഹെൽപ്ഫുൾ ആവുമല്ലോ. ഇനി വരാൻ പോണ മാർക്കറ്റുകളിലുണ്ടാകുന്ന വലിയ ഫോളുകൾ മനസ്സിലാക്കാനും ഇനി വരാൻ പോണ മാർക്കറ്റുകളിലുള്ള വലിയ രീതിയിലുള്ള ഒരു എന്താണ് പറയുന്നത് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കുമല്ലോ. അതിന് ഇനി മാർക്കറ്റ് എല്ലാ കാലവും ഇവിടെ ഉണ്ടാവുമല്ലോ. നമ്മൾക്ക് മുന്നോട്ട് ഈ ഒരു അറിവ് നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നൊരു കാര്യമല്ലേ. അപ്പോൾ നമ്മുടെ മുൻപ് പറഞ്ഞ ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ചും ഗോൾഡിൻ്റെ റേഷ്യം ഒരുമിച്ച് മനസ്സിലാക്കി നോക്കി. എല്ലായിടത്തും കാണിച്ചിരുന്നത് മാർക്കറ്റ് ഹൈ ആണെന്നല്ലേ. അതും കൂടെ എടുത്തു വെച്ച് നോക്കുക. ആ വീഡിയോ കാണാത്തവരെ കണ്ടു നോക്കുക കേട്ടോ. അതും ഇതും കൂടെ ഒരുമിച്ച് റീഡ് ചെയ്ത് നോക്കിയാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും മാർക്കറ്റിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഈ ഒരു വളരെ നന്നായിട്ട് നോക്കാൻ ഇതൊക്കെ ഡേറ്റ അറിയാവുന്ന ഒരാൾക്ക് ഇത് വളരെ സിമ്പിളായിട്ട് നോക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടത് 2007 മാർച്ചിലാണ്. ഇനി നമുക്ക് ഈ ഒരു റെഡ് ലൈനിലേക്ക് മാർക്കറ്റ് വന്നത് എപ്പോഴാണെന്ന് നോക്കാം. റെഡ് ലൈനിലേക്ക് പിന്നെ മാർക്കറ്റ് വരുന്നത് ഇപ്പോൾ ഞാൻ ഈ റെഡ് ലൈനിൻ്റെ കേസ് മാത്രം മൊത്തം ആദ്യം അങ്ങ് നോക്കിയാണ്. അതിന് ശേഷം നമുക്ക് താഴെ ഗ്രീൻ സോൺ നോക്കാം കേട്ടോ. റെഡ് ലൈൻ മൊത്തം നോക്കി തീർന്നിട്ട് ഇവിടെ കാണാം. ഇതിന് ശേഷം പിന്നെ മാർക്കറ്റ് ഇവിടെ എങ്ങും റെഡ് ലൈനിൽ വന്നിട്ടില്ല കേട്ടോ, ഇവിടെ എങ്ങും വന്നിട്ടില്ല. പിന്നെ മാർക്കറ്റ് ആ റെഡ് ലൈനിൽ വരുന്നത് എപ്പോഴാണെന്ന് നോക്കി. കൃത്യം ഒരു ഗ്രീൻ ക്യാൻഡിലൊക്കെ വന്ന് ഇവിടെ ടച്ച് ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് കാണാമെന്ന് വരുന്നു. ഞാൻ അത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. കണ്ടോ? ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് പിന്നെ ഈ ഒരു റെഡ് ലൈനിലേക്ക് മാർക്കറ്റ് എത്തുന്നത്. ഈ ലൈന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊന്ന് വാണിംഗ് ആണ്. മുൻപത്തെ ഹൈയിലും എത്തിയിട്ടുണ്ട്. അതാണ്ട് മുൻപ് ക്രാഷ് വന്ന അതേ ഹൈയിൽ ഈ ഒരു റേഷ്യോ എത്തിയിട്ടുണ്ട്. അതൊന്നും നോക്കിയില്ലെങ്കിൽ റെഡ് ലൈൻ നോക്കിയാൽ മതി. റെഡ് ലൈനിൽ എത്തിക്കഴിഞ്ഞത് ആ ടൈം ഒന്ന് നോക്കി. 1 ജൂലൈ 2015 കൃത്യമായിട്ട് കാണാം. 1 ജൂലൈ 2015 മാർക്കറ്റ് അവിടെ എത്തി. അല്ലെങ്കിൽ മുൻപത്തെ ഹൈ നോക്കുക. ഈ ഹൈ ക്രോസ് ചെയ്യുമ്പോൾ ഭയങ്കര റിസ്ക് ആണ്. ഇപ്പോൾ ഈ ഹൈയിൽ നേരെ എത്തിയിട്ടുണ്ട്. ഹൈയുടെ അടുത്ത് തന്നെ കണ്ടോ, അതാണ് ഈ ഹൈ ഞാൻ കണ്ടോ, ആ ഒരു ഹൈ ക്രോസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹൈ കണ്ടോ, ഈ ഒരു ഹൈ മാർക്കറ്റ് ഏകദേശം ആ ഹൈ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ബ്ലൂ ലൈനാണ് മുൻപത്തെ ഹൈ, അത് ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ റെഡ് ലൈൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് നമ്മൾ കണ്ടതാണ്. ഡേറ്റ് ഏതാണ്? ഡേറ്റ് നോക്കുക, 1 ജൂലൈ 2015. ഇതേ സമയം റേറ്റ് ഓഫ് ചേഞ്ച് നോക്കുക. അപ്പോൾ കൂടുതൽ ബെറ്റർ ഐഡിയ കിട്ടും കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് കാണാത്തവർ അത് കണ്ടു നോക്കുക. 1 ജൂലൈ 2015 1 ജൂലൈ 2015 എടുത്ത് നോക്കുക. ഇതേ നിൽക്കുന്നു. ഇവിടെ ഡേറ്റ് കാണാമല്ലോ, 1 ജൂലൈ 2015. കണ്ടോ? മാർക്കറ്റ് നിൽക്കുന്നത് ഇവിടെ, മാർക്കറ്റ് നിൽക്കുന്നത് ഇവിടെ. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, അത് ഗ്രീൻ ക്യാൻഡിൽ കണ്ടോ,
ദേ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടോ, ഈ ഗ്രീൻ ക്യാൻഡിലാണ് 1 ജൂലൈ 2015 മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റിൽ എന്താ നടന്നത് നോക്കി, ഒരു വലിയ റാലി നടന്ന് മാർക്കറ്റ് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഗ്രീൻ ക്യാൻഡിൽ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇനി ഒരു കൺസോളിഡേഷനൊക്കെ നടന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകുമെന്ന് കരുതി ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് എന്ത് പറ്റുമെന്ന് നോക്കി, മാർക്കറ്റ് പിന്നീടുള്ള 1 2 3 4 5 6 7 7 മാസത്തോളം മാർക്കറ്റ് താഴേക്കാണ് ഫോളോ ആയത്. കണ്ടോ, നമ്മുടെ ഇൻഡെക്സ് കറക്റ്റ് താഴേക്കാണ് ഫോളോ ആയിരിക്കുന്നത് 7 മാസത്തോളം. നമ്മുടെ ഇത് മന്ത്ലി ക്യാൻഡിലാണ്. അപ്പോൾ ഇതൊരു ചെറിയ മൂവ് ആണെന്ന് കരുതരുത്. മന്ത്ലി ക്യാൻഡിലാണ് ഒരു കറക്ഷൻ വന്നത് കാണാം. ഇതൊരു ക്രാഷ് അല്ല, ഇതൊരു കറക്ഷനാണ്. മാർക്കറ്റിൽ വന്നൊരു കറക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കറക്ഷൻ സംഭവിച്ചത് 7 മാസത്തോളം മാർക്കറ്റ് ഡൗൺ ആയി പോയിരിക്കുന്നത്. എവിടെ വെച്ച് നമുക്ക് വാണിംഗ് കിട്ടി? ഈ ഒരു ഗ്രീൻ ക്യാൻഡിലേ കിട്ടി. അപ്പോൾ ഇതേ സമയം നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് നോക്കാം, അവിടെയും കിട്ടും ഈ വാണിംഗ്. റേറ്റ് ഓഫ് ചേഞ്ചിലും കിട്ടും, ഇവിടെയും കിട്ടും. അപ്പോൾ ഇത് രണ്ടും വായിച്ചു കഴിഞ്ഞാൽ ഈ റേഷ്യോസ് ഗോൾഡും നിഫ്റ്റിയും തമ്മിലുള്ള റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം നല്ല ഐഡിയാസ് ആണെന്ന്, അല്ലെങ്കിൽ മാർക്കറ്റിനെ എത്ര വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് കണ്ടോ. അപ്പോൾ ഇനി അടുത്ത ഡേറ്റ നോക്കാം. അടുത്ത മാർക്കറ്റ് ഹൈയിൽ വന്നിട്ടുള്ള എപ്പോഴാണെന്ന് നോക്കാം. പിന്നെ മാർക്കറ്റ് റെഡിലേക്ക് വരുന്നത് എപ്പോഴാണ്? ദേ ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് റെഡിലേക്ക് വരുന്നത്, റെഡ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നത് നോക്കിയാൽ മതി. ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്നതുണ്ടോ, ദേ ഹൈ ബ്രേക്ക് ചെയ്ത് റെഡ് ക്രോസ് ചെയ്യുന്നു. എപ്പോഴാണ് റെഡ് ക്രോസ് ചെയ്യുന്നത്? ഇത് ഈ ഒരു മാസം നോക്കി, ഈ ഒരു ക്യാൻഡിലല്ലേ, ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഈ 2 ക്യാൻഡിലാണ് ഇതിന് മുകളിൽ പോയേക്കുന്നത്. കണ്ടോ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നത്. ഈ റെഡിൽ എത്തുമ്പോൾ തന്നെ ഒരു വാണിംഗ് ആണ്. അപ്പോൾ ഇതിന് മുകളിൽ പോയേക്കുന്നത് നോക്കി, ഇതിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ ഇതിപ്പോൾ റെഡ് വരെ പോയിട്ടുണ്ട്. റെഡിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനും അധികം റിസ്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഈ ഒരു റെഡ് ലൈൻ വെച്ചിട്ട് നോക്കാം. റെഡ് ലൈൻ വെച്ചിട്ട് നോക്കിയാൽ എവിടെ എത്തി കൃത്യമായിട്ട് നോക്കി, 2 ജൂലൈ 2018, ജൂലൈ 2018, ജൂലൈ ഓഗസ്റ്റ്. കണ്ടോ, ഈ റെഡ് ലൈൻ ക്രോസ് ചെയ്ത് മാർക്കറ്റ് നിൽക്കുന്നത് ഏത് ടൈമാണെന്ന് നോക്കിയാൽ ജൂലൈ ഓഗസ്റ്റ് സമയത്ത് മാർക്കറ്റ് റെഡ് ലൈൻ്റെ മുകളിലാണ്. മാർക്കറ്റ് റെഡ് വരെ പോയിട്ടുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റിൽ റെഡിലെത്തി. റെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, റെഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഹൈ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മാർക്കറ്റ് നോക്കുക, അതായത് 2018 ഓഗസ്റ്റിൽ നമ്മുടെ മാർക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദേ 2018 ഓഗസ്റ്റ് ഇതെവിടെ കാണാം. ഓഗസ്റ്റ് 2018 നമ്മുടെ മാർക്കറ്റ് ദേ ഇവിടെ നിൽക്കുകയാണ്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നിൽക്കുകയാണ്. കണ്ടോ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടോ, ഈ ഗ്രീൻ ക്യാൻഡിൽ നിൽക്കുകയാണ്. മാർക്കറ്റ് നല്ല അതിന് മുൻപത്തെ മാസം എക്സ്ട്രീംലി ബുള്ളിഷ് ആയിരുന്നു, ഈ മാസം ബുള്ളിഷ് ആയിരുന്നു. ഇവിടെ നിൽക്കുകയാണ്, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനുശേഷം എന്താ നടന്നതെന്ന് നോക്കി, മാർക്കറ്റിൽ അടുത്ത മാസം ഒരു വലിയ ഫോളോ വന്നു, അതിൻ്റെ അടുത്ത മാസം വലിയൊരു ഫോളോ വന്നു. പിന്നെ മാർക്കറ്റ് ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ടേ ഇല്ല ആ സമയത്തൊന്നും. മാർക്കറ്റ് കണ്ടോ, ഇവിടെ എത്തും ഫോളോ ആവും, ഇവിടെ എത്തും ഫോളോ ആവും. അപ്പോൾ പിന്നെ മാർക്കറ്റ് ഇതാണ് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കി, മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല. അതായത് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് മാർക്കറ്റിൽ നിന്ന് റിട്ടേൺസ് ഒന്നും ലഭിച്ചിട്ടില്ല ഇത്രയും ടൈമിൽ. ഈ ഒരു 2018, 2019, 2020 നമുക്ക് ക്രാഷ് വന്നു, നമ്മുടെ കൊറോണ ക്രാഷ് വന്നു. കണ്ടോ, പക്ഷെ നമുക്ക് ഈ ഒരു റേഷ്യോ ഇവിടെ വെച്ച് തന്നെ മാർക്കറ്റ് എന്താ അപ്സൈഡ് പോവാതെ ഇങ്ങനെ നിൽക്കുന്നത്? മാർക്കറ്റ് ആൾറെഡി നമുക്ക് റേഷ്യോയിൽ ഇവിടെ എന്താണ് ഹൈ വാല്യൂഷൻ കാണിക്കുകയാണ്. മാർക്കറ്റ് ഹൈ വാല്യൂഷന് നിൽക്കുന്ന മാർക്കറ്റിൽ പുതിയ ഇത് അറിയാവുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബിഗ് ഇൻവെസ്റ്റേഴ്സ് ഇത്രയും ഹൈ വാല്യൂഷനുള്ള മാർക്കറ്റ് വരുമോ? ഒന്ന് ചിന്തിച്ച് നോക്കി. ഇത്രയും ഹൈ വാല്യൂഷന് നിൽക്കുന്ന ഒരു മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് നോക്കിയാൽ, മാർക്കറ്റ് ഇങ്ങനെ നിന്ന് അവിടെ ഇവിടെ ബൈ ചെയ്യുന്നതൊക്കെ സാധാരണ ആൾക്കാരായിരിക്കും. ഇവിടെ വലിയ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഇവിടെ സെല്ല് ചെയ്ത് കൊണ്ടുപോവുക. നമുക്ക് നോക്കി മനസ്സിലാവും, താഴേക്ക് വരുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വരുന്നതും മുകളിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ ക്യാൻഡിൽസിലൂടെ പോണത്. ചെന്നുടനെ വലിയൊരു ഡൗൺ സൈഡ് ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ ഇവിടെ സെല്ല് ചെയ്ത് മാറുകയും സാധാരണ ആൾക്കാർ ഇവിടെ ബൈ ചെയ്യുക ചെയ്യുന്നത്. ഏറ്റവും അവസാനം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കൊറോണ ക്രാഷ് അവിടെ സംഭവിച്ചത് നമുക്ക് കാണാം. അപ്പോൾ ആൾറെഡി മാർക്കറ്റ് 2018 ഓഗസ്റ്റിൽ തന്നെ ഇവിടെ വാല്യൂവേഷൻ ഹൈ ആണ്. കണ്ടോ, ഈ ഒരു സ്റ്റേജ് കണ്ടോ, ഇത്രയും ടൈമിൽ മാർക്കറ്റ് ഈ ഹൈ വാല്യൂവേഷന് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഇവിടെ മൂവ്മെൻറ്റ് വരാത്തത്. മാർക്കറ്റ് ആൾറെഡി ഹൈ വാല്യൂവേഷനിൽ ആയിരുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കാം. നമ്മളിപ്പോൾ എത്ര വർഷത്തെ ഡേറ്റ് ആയി? നമ്മളിപ്പോൾ ഏകദേശം 2020 വരെ എത്തിയിട്ടുണ്ട്. 2000 തുടങ്ങിയതാണ് നമ്മൾ. ഇനി നോക്കാം, നമുക്കിതാ ഇനി അങ്ങോട്ടുള്ള മാർക്കറ്റ് നോക്കാം. ഇനി റെഡ് ലൈൻ ക്രോസ് ചെയ്ത് പോയേക്കുന്നത് എപ്പോഴാണെന്ന് നോക്കി. റെഡ് ലൈൻ ക്രോസ് ചെയ്തത് എപ്പോഴാണ്? റെഡ് ലൈൻ്റെ മുകളിൽ മാർക്കറ്റ് അല്ലെങ്കിൽ മുൻപത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? ഞാൻ നേരത്തെ പറഞ്ഞു മുൻപത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്നത്. അതാണ്ട് എപ്പോഴാണ് മുൻപത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിൽ? ഇതല്ലേ,
ഇത് റെഡ് ലൈനും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, മുൻപത്തെ ഹൈയും ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ ഇതല്ലേ, ഏതാണ്? സെപ്റ്റംബർ 2021. കൃത്യമായിട്ട് കാണാം, സെപ്റ്റംബർ 2021. അതേസമയം നമ്മളെ നിഫ്റ്റി ഒന്ന് എടുത്ത് നോക്കി, സെപ്റ്റംബർ 2021 നമ്മളെ നിഫ്റ്റി ഒന്ന് എടുത്ത് നോക്കി, ഓഗസ്റ്റ് സെപ്റ്റംബർ, ദേ ഇവിടെ കാണാം, സെപ്റ്റംബർ 2021. കണ്ടോ, ഇവിടെ നിൽക്കുകയാണ്, ഈ ഒരു സ്റ്റേജ് നിൽക്കുകയാണ്. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് നോക്കി, ആ ഒരു നേരത്തെ കണ്ട പോലെ എന്താ സംഭവിച്ചത്? മാർക്കറ്റ് പിന്നെ ഫോൾ ആയിരുന്നു. ഇതെല്ലാം മന്ത്ലി ക്യാൻഡിലാണ്. 1 2 3 4 5 6 7 8 8 മാസത്തോളം മാർക്കറ്റ് താഴേക്ക് ഫോൾ ആയിരുന്നു. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു റിട്ടേണും ഇല്ല. കണ്ടോ, മാർക്കറ്റ് ആ ഒരു ഇത്രയും ടൈമിൽ ഫോളോ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടുകയാണ്? സെപ്റ്റംബറിൽ തന്നെ റേഷ്യോ പ്രകാരം പ്രീവിയസ് ഹൈ റേഷ്യോ കണ്ടോ, റേഷ്യോ ഇവിടെ എത്തിയിരിക്കുകയാണ്, റെഡിൽ എത്തിയിരിക്കുകയാണ്. ആ സമയത്ത് ഈ ഒരു പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, റെഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ സമയം ROC നോക്കുക, റേറ്റ് ഓഫ് ചേഞ്ച് എടുത്ത് നോക്കുക, റേറ്റ് ഓഫ് ചേഞ്ച് ഹൈയിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേ സമയം ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ഗോൾഡ് റേഷ്യോ എടുത്ത് നോക്കി, ഗോൾഡ് റേഷ്യോ മാത്രം വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഈ വാർണിംഗ് എന്താണ് ലഭിക്കുന്നതാണ് ഇവിടെ കേട്ടോ, ഈ ഒരു വാർണിംഗ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഒരു ഫോള്, ഈ വന്നിരിക്കുന്ന ഫോളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മളൊരു ഹൈ റിസ്ക് മാർക്കറ്റിലാണ് നിൽക്കുന്നത്, നമ്മൾ ഇത്രയും ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ് നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് അവിടെ വെച്ച് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. പിന്നെ മാർക്കറ്റ് ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു ഹൈ ബ്രേക്ക് ചെയ്യുന്ന നോക്കുക. മുൻപത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിൽ ഇതാണ് കണ്ടോ, അവസാനം ക്രിയേറ്റ് ചെയ്ത ഹൈ ബ്രേക്ക് ചെയ്യുന്ന എപ്പോഴാണ്? ഇത് ഈ ക്യാൻഡിലാണ് കണ്ടോ, അവസാനം ക്രിയേറ്റ് ചെയ്ത ഹൈ ബ്രേക്ക് ചെയ്യുന്നത് ഒക്ടോബർ 2022 ക്യാൻഡിലാണ്. ഒന്നുകൂടെ സൂം ചെയ്ത് മനസ്സിലാവാത്തവർക്ക് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഈ ലാസ്റ്റ് ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ഈ ഹൈ കണ്ടോ, ഈ ഹൈയുടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിൽ ഇതാണ്. പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രീവിയസ് ഹൈ റേഷ്യോ ബ്രേക്ക് ചെയ്യുന്ന, പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്യുന്നത് ഒക്ടോബർ 2022 അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെയും നോക്കിയേ, ഒക്ടോബർ 2022 ഒക്ടോബർ നവംബർ കാലഘട്ടം കണ്ടോ, മാർക്കറ്റ് ഇവിടെ നിൽക്കുകയാണ്, ഈ ഒരു സ്റ്റേജ് നിൽക്കുകയാണ്. അതിനുശേഷം ഒരു 4 മാസത്തോളം മാർക്കറ്റിൽ എന്ത് വന്നിട്ടുണ്ട്? ഫോള് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കണ്ടോ. അപ്പോൾ ഈ ഒരു 4 മാസത്തോളം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട്, ഒരു മാസം പോലും അവിടെ ഗ്രീൻ പോലും ഇല്ലയെന്ന് ഓർക്കുക. കാണുമ്പോൾ 4 ക്യാൻഡിലെല്ലാം ഒന്ന് നോക്കും, പക്ഷേ 4 മാസം മാർക്കറ്റ് നെഗറ്റീവ് റിട്ടേൺസ് ആയിരുന്നു ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ എന്തുമാത്രം കാര്യങ്ങൾ നമ്മൾ നോക്കിയെന്നുണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് മാർക്കറ്റിൻ്റെ പല സിറ്റുവേഷൻസ് മാർക്കറ്റിൽ ഇങ്ങനെയുള്ള, ഇപ്പോൾ ഞാനിത് ഒരുപാട് എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു, ഇഷ്ടംപോലെ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞതാണ്. നമുക്കിത് ലാസ്റ്റത്തെ മാർക്കറ്റ് ഇപ്പോൾ ലാസ്റ്റ് ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സ്റ്റേജിൽ കണ്ടോ, റെഡിൽ പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു റെഡിൽ നമ്മളെ ഏറ്റവും ലാസ്റ്റത്തെ മാർക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ROCയും കൂടെ നോക്കുക കേട്ടോ, ROCയും കൂടെ എടുത്ത് നോക്കുക. ഞാൻ ഇപ്പോഴത്തെ ലാസ്റ്റത്തെ ഗോൾഡിൻ്റെ ഒരു സിറ്റുവേഷൻ കാണിച്ചതാണ്. ആ റേഷ്യോ ഇവിടെ ഈ ഒരു സ്റ്റേജിൽ കണ്ടോ, അവിടെ നിന്ന് പിന്നെ ഫോളായി മാർക്കറ്റ് ഇപ്പോൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്രീൻ സോണിലോട്ട് എത്തിയിട്ടില്ല കേട്ടോ. ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ സോണിൽ എത്തിയിട്ടില്ല. മാർക്കറ്റ് ഇങ്ങനെ ഒരു ലോ വാല്യുവേഷനിലോട്ട് അല്ലെങ്കിൽ ഒരു അണ്ടർ വാല്യുവേഷനിലോട്ട് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് നോക്കുക, റേറ്റ് ഓഫ് ചേഞ്ചും ഇതേ സമയത്ത് എടുത്ത് നോക്കുക. മാർക്കറ്റ് ഇനിയും കുറച്ചുകൂടെ മൂവ്മെൻറ്റ് വരാം. പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല, ഇതാണ് പ്രീവിയസ് ലോയിൽ എത്തിയിട്ടില്ല. പ്രീവിയസ് ലോയുടെ അടുത്തെത്തി മാർക്കറ്റ് നിൽക്കുകയാണ്, ഒരു ഗ്രീൻ സോണിനും പ്രീവിയസ് ലോയുടെ അടുത്ത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ എന്തുമാത്രം ടൂൾസ് ഉണ്ട് എന്നുള്ളത്, മാർക്കറ്റിൻ്റെ വാല്യുവേഷൻസ് നോക്കാൻ എന്തുമാത്രം ടൂൾസ് ഉണ്ട് എന്നുള്ളത് ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ വളരെ നല്ലതായിട്ട് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇത്രയും വർഷത്തെ നമുക്കത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാർക്കറ്റിൻ്റെ ഡൗൺ സൈഡ് ഈ ഒരു ഗ്രീൻ ലൈനിൽ എത്തുമ്പോൾ ഉള്ള അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ സോണിൽ എത്തുമ്പോൾ ഉള്ള സിറ്റുവേഷൻസ് നമുക്ക് എടുത്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇത് ഇപ്പോൾ ഞാൻ ഇത്രയും റെഡ് സോണിൻ്റെ എക്സാമ്പിൾ ഞാൻ ഇത്രയും പറഞ്ഞു വന്നു. അപ്പോൾ ഇനി ഗ്രീനിൻ്റെ അത് നമുക്ക് സ്വന്തമായിട്ട് നോക്കാവുന്നേ ഉള്ളൂ. ഗ്രീൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഗ്രീനിൽ ഈ ഒരു സോണിലോട്ട് എത്തിക്കഴിഞ്ഞാൽ, ഈ ഒരു ഗ്രീൻ സോണിലോട്ട് എത്തുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിൽ കുറച്ച് വാല്യുവേഷൻ ഡൗൺ ആയിട്ടുണ്ട്. മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഫേവറബിൾ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ എത്തുമ്പോൾ, റേഷ്യോ ഇവിടെ എത്തുന്ന സമയത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് എന്നത് വേണം മനസ്സിലാക്കാൻ കേട്ടോ. അപ്പോൾ ഇതിനി ഓരോന്നും എടുത്ത് ഞാനിനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ജസ്റ്റ് പെട്ടെന്നൊന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2003 കണ്ടോ, മെയ് 2003 മാർക്കറ്റ് ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയ് 2003
ഞാൻ നമ്മുടെ നിഫ്റ്റി മെയ് 2003 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഏപ്രിൽ മെയ് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ, ഇവിടെ നിൽക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്യാം. കണ്ടോ, മെയ് 2003 കണ്ടോ, മെയ് 2003 ഇവിടെ നിൽക്കുകയാണ് നമ്മുടെ മാർക്കറ്റ്. അപ്പോൾ അവിടെ നിന്നാണ് റിസ്ക്. മാർക്കറ്റ് വേണമെങ്കിൽ ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറച്ചുകൂടെ ഇപ്പോൾ ഇവിടെ ഈ കറക്റ്റ് അവിടെ വന്നിട്ട് മാർക്കറ്റ് അപ്പ് പോയിട്ടുണ്ട്. പക്ഷേ ചില സിറ്റുവേഷനിൽ മാർക്കറ്റ് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യാം, കുറച്ച് കൂടെ നിന്നിട്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, മാർക്കറ്റിൽ റിസ്ക് എടുക്കുന്നെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റിയ ഒരു അവസരമാണ് തരുന്നത് എന്നതാണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഉടനെ മാർക്കറ്റ് ഇവിടെ നിന്ന് സഡനായിട്ട് മാർക്കറ്റ് അപ്സൈഡ് പോകുമോ അങ്ങനെയൊന്നുമല്ല. കുറച്ച് റിസ്ക് എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നാണ്. അപ്പോൾ ഇതിനോടൊപ്പം ROCയും കൂടെ ചേർത്ത് നോക്കാം. ROCയുടെ കാര്യം കൂടെ ചേർത്ത് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ മാർക്കറ്റിനെ കുറിച്ച് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് 2003 നമ്മൾ കണ്ടതാണ്. പിന്നെ ഏത് ടൈമാണ് പിന്നെ ആ ഒരു പ്രീവിയസ് ലോയിലോട്ട് മാർക്കറ്റ് എത്തുന്ന എപ്പോഴാണെന്ന് നോക്കി. 2009 മാർച്ചിൽ കണ്ടോ, ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്യുന്ന എപ്പോഴാണെന്ന് നോക്കി. ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്യുന്ന എപ്പോഴാണെന്ന് നോക്കി. ഈ ടൈമിൽ കണ്ടോ, ഒരു 2009 ജാൻ ഫെബ്രുവരി ആ ഒരു ടൈമിൽ, ഈ ഒരു ടൈമിൽ കണ്ടോ, 2009 ഒരു ഫസ്റ്റ് തുടക്കത്തിൽ, 2009 തുടക്കത്തിൽ ആ സമയത്ത് നമ്മുടെ മാർക്കറ്റ് എവിടെ നിൽക്കുകയാണെന്ന് നോക്കി. 2009 തുടക്കത്തിൽ കണ്ടോ, ജാനുവരി ഇതാ താഴെ കാണാം കണ്ടോ, 2009 ജാൻ അതിൻ്റെ തുടക്കത്തിൽ കണ്ടോ മാർക്കറ്റ് ഇവിടെ നീയാണ് നിൽക്കുന്നത്. അതിനുശേഷം മാർക്കറ്റിൽ എന്താ നടന്നതെന്നുള്ളത് നോക്കി. കണ്ടോ, മാർക്കറ്റ് പോയേക്കുന്ന ആ ഷൂട്ടപ്പ് ചെയ്തേക്കുന്ന ഒരു പോക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കണ്ടോ. അപ്പോൾ ഒരു വലിയ ഇത് മന്ത്ലി ക്യാൻഡിലാട്ടോ, മന്ത്ലി ക്യാൻഡിൽ ഓർക്കുക. അപ്പോൾ ഇനിയും നമുക്കെടുത്ത് നോക്കാം. ഇവിടെ മാർക്കറ്റ് ആ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ താഴേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. 2020 ആ ഒരു ക്രാഷിൻ്റെ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതിന് മുൻപ് ഏതോ ഞാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. 2012 ഉണ്ട് കണ്ടോ, മാർച്ച് 2012 നമ്മൾ പറഞ്ഞില്ലല്ലോ. 2012 അന്ന് ഗ്രീനിലെത്തി മാർക്കറ്റ്, അന്ന് ഗ്രീൻ സോണിലെത്തി കണ്ടോ. 2012 മാർക്കറ്റ് ഗ്രീൻ സോണിൽ എത്തിയായിട്ട് കാണാം. 2011 ആ കാലഘട്ടത്തിൽ കണ്ടോ, 2011 ആ ഒരു സമയത്ത് ഗ്രീൻ സോണിൽ എത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. 2011 കണ്ടോ, 2011 ആ ടൈമാണ് നമ്മൾ കാണുന്നത്. ഇത് കൃത്യമായിട്ട് കാണാൻ വേണ്ടി ഡേറ്റ് നോക്കുക, സെപ്റ്റംബർ 2011. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് ഒക്ടോബർ, സെപ്റ്റംബർ ഇവിടെ നിൽക്കുകയാണ് മാർക്കറ്റ് കണ്ടോ, ഈ ഒരു സ്റ്റേജിൽ ഇവിടെ നിൽക്കുകയാണ്. അതിനുശേഷം മാർക്കറ്റ് എന്താ നടന്നതെന്ന് കണ്ടോ മാർക്കറ്റ് ആ ഒരു റിസ്ക് എടുത്ത്. അപ്പോൾ ഇവിടെ ഓർക്കുക, ഇവിടെ മാർക്കറ്റ് കണ്ടോ, ഇവിടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് നിന്ന് പിന്നെ മാർക്കറ്റിൽ വലിയ ഫോൾ അതിനുശേഷം വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം. മാർക്കറ്റ് ആൾറെഡി ഡൗൺ സൈഡ് ആണ് എന്നാണ് റേഷ്യോ കാണിച്ചിരുന്നത്. ഈ സമയത്ത് റേറ്റ് ഓഫ് ചേഞ്ച് നോക്കാം. മാർക്കറ്റ് പിന്നെ ആ ഒരു വലിയ ഫോൾ ഉണ്ടായില്ല. മാർക്കറ്റ് അവിടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൺസോളിഡേറ്റ് ചെയ്ത് മാർക്കറ്റ്. അതായത് അതുകൊണ്ടാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് മാർക്കറ്റിൽ നല്ല പിക്കുകൾ നോക്കാൻ പറ്റിയ ടൈമാണിത്. ഓക്കെ, നല്ല സ്റ്റോക്കുകൾ, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കൊക്കെ നോക്കാൻ പറ്റിയ ടൈമുകളാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അതിനുശേഷം മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന ഒരു നല്ലൊരു മൂവ്മെൻറ്റ് കണ്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇനി അടുത്തത് പിന്നെ മാർക്കറ്റ് ഇതല്ലേ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. പിന്നെ മാർക്കറ്റ് ഒരു ഗ്രീനിലേക്ക് എത്തിയത് എപ്പോഴാണെന്ന് നോക്കി. മാർക്കറ്റിൽ മാർച്ച് 2020 മാർക്കറ്റ് ഇവിടെ കറക്റ്റ് കാണാം എന്ന് തോന്നുന്നു കണ്ടോ, ടൈം ഇവിടെ കാണാം. മെയ്, മാർച്ച്, ഏപ്രിൽ, മെയ് കണ്ടോ, ഈ ഒരു ടൈമിൽ കണ്ടോ ഈ ഒരു ഗ്രീൻ ലൈനിൽ ഇവിടെ വന്ന് മാർക്കറ്റ് നിൽക്കുന്നത് കാണാൻ പറ്റും. ജൂൺ 2020. അപ്പോൾ ആ സമയത്ത് ജൂൺ 2020, ഏപ്രിൽ, മെയ്, ജൂൺ. ഓക്കെ കണ്ടോ, ഇവിടെ നിൽക്കുകയാണ് മാർക്കറ്റ്, ഈ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനുശേഷം മാർക്കറ്റിൽ എന്താ നടന്നതെന്ന് പിന്നെയും നോക്കി കണ്ടോ, മാർക്കറ്റിൽ എന്താ നടന്നതെന്നുള്ളത് നോക്കി. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾ നമ്മളിപ്പോൾ നോക്കി. ഇപ്പം ലാസ്റ്റ് 2000 തൊട്ടുള്ള കാര്യമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ് കുറച്ച് ടയേർഡായിപ്പോയി ഒരുപാട് സംസാരിച്ചതുകൊണ്ട്. അപ്പോൾ ഇത്രയും ഡേറ്റ നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ട്, ഇത്രയധികം ഡേറ്റ നോക്കിയത്. അപ്പോൾ ഇനിയും നോക്കാം കേട്ടോ, ഇതിന് 2020 വരെ. ഞാനിപ്പോൾ ഫോളിൻ്റെ കാര്യം 2025 വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡേറ്റ എടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, മാർക്കറ്റിനെ കൂടുതൽ മനസ്സിലാക്കാനും മാർക്കറ്റിനെ നന്നായിട്ട് പഠിക്കാനും ഒക്കെ ഇൻവെസ്റ്റേഴ്സിന് ഇത് മനസ്സിലാക്കാം. ട്രേഡിങ്ങിനല്ല, ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അറിവാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം ഇത് പറഞ്ഞ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ,
മുന്നോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റിൽ എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ നോക്കുക. ഇത് മാത്രമായിട്ട് ഈ ഒരു റേഷ്യോ മാത്രമായിട്ട് യൂസ് ചെയ്യാതെ നമ്മൾ നേരത്തെ പഠിച്ച റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് മാർക്കറ്റിൻ്റെ ഏണിങ്സ് വെച്ചിട്ട് മാർക്കറ്റിന് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൂൾ നമ്മൾ പഠിച്ചല്ലോ. ഇത് 4ാമത്തെ അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ആ ഒരു സീരീസിൽ വരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു ടൂളും കൂടെ എടുത്ത് നോക്കുക കേട്ടോ. ആ ഒരു ടൂളും കൂടെ നോക്കുക. ഇതും കൂടെ വെച്ചിട്ട്, ഇത് ഒറ്റയ്ക്ക് നോക്കാതെ അതും ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ചും ഈ ഒരു ഗോൾഡിൻ്റെ റേഷ്യോയും കൂടെ എടുത്തിട്ട് ഒരുമിച്ച് റീഡ് ചെയ്യാം, ഒരുമിച്ച് നോക്കാം. അപ്പോൾ മനസ്സിലാവും ഇത് എത്ര നന്നായിട്ടാണ് മാർക്കറ്റിൽ വർക്കായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം നല്ല ടയേർഡായി, അത് ഒരുപാട് സംസാരിച്ചുകൊണ്ട്. അപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ ഇനി കൂടുതൽ ഫണ്ടമെൻ്റലായിട്ട് ഞാൻ പോകുന്നില്ല. ഇത്രയും ഡേറ്റ നമുക്ക് അത്യാവശ്യം ഇത് ഉപയോഗിക്കാനുള്ള ഡേറ്റ, ഇതെങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞതാണ്. താങ്ക് യു എല്ലാവർക്കും. ഇത്രയേ ഉള്ളൂ.